ഒരു നേരെങ്കിലും എല്ലാ വീടുകളും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണം. കാക്ക നമ്മുടെ മുഅല്ലിമാണ്, കാക്കൊരു മുഅല്ലിമാണ്. ഫബഅസല്ലാഹു ഉറാബൻ യബ്ഹസു ഫിൽ അർളി. മനസ്സിലായില്ലേ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് മാനവരാശിയെ പഠിപ്പിച്ചത് കാക്കയാണ്. ഒരു കാക്ക വന്നു എന്നല്ല ആയത്ത്, ഒരു കാക്കയെ അല്ലാഹു അയച്ചു. ഒരു കാക്കയെ അല്ലാഹു അയച്ചു, അങ്ങനെ ആയത്ത്. അപ്പൊ കാക്ക അല്ലാഹു അയച്ചു. കാക്ക നമ്മുടെ മുഅല്ലിമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മാഇദയിലുണ്ടായത് തിരിച്ചു വരും. അപ്പൊ വകാന യൗമന ലിൽ കാഫിരീന അസീറാ വയൗമ യഅല്ലു ളാലിമു. അന്ന് ളാലിമു കടിക്കും അലാ യദൈഹി, അവന്റെ രണ്ട് കൈ ഇങ്ങനെ കൂട്ടിക്കടിക്കും. യഖൂലു, പറഞ്ഞുകൊണ്ട്, യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല, റസൂലിന്റെ കൂടെയുള്ള വഴിയിൽ ഞാനുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഏതാ റസൂലിന്റെ കൂടെയുള്ള വഴി? അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്ന വേറൊരാളും ഭയപ്പെടില്ല. എന്തിനാണ് ഭയപ്പെടുന്നത്? ആരുടെ ഭയപ്പെടാനുള്ളത്? അള്ളാഹനല്ലാതെ. എന്താണ് ഭയപ്പെടാൻ? ആരുടെ ഭയപ്പെടാൻ? അവരെല്ലാവരും കൂടി നമുക്കെതിരായ നമ്മളെ റേഷൻ കാർഡ് മുടങ്ങും. മോട്ടക്കട റേഷൻ കാർഡ് അങ്ങനെ എല്ലാവരും കൂടി എതിരായ നിങ്ങളെങ്ങനെ ജീവിക്കാൻ? അതിന് എൻ്റെ ബാപ്പാൻ്റെ താണ്ടെ ഭൂമി. നിങ്ങൾ ഇങ്ങനെയൊക്കെ വെള്ളറിഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് എതിരായില്ല. നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവില്ല. എന്തിനാടാ മയ്യത്ത് നിസ്കരിക്കണം? ഷഹീദിൻ്റെ മയ്യത്ത് ആരെ നിസ്കരിക്കും? സൗകര്യമുള്ള നിസ്കരിച്ചാൽ മതി, ബുദ്ധിമുട്ടി നിസ്കരിക്കണ്ട. ഷഹീദിന് മയ്യത്താരും നിസ്കരിക്കില്ലല്ലോ, അതുകൊണ്ട് ഷഹീദിനെ തല്ലിട്ടുമോ? എൻ്റെ പേര് മയ്യത്തും നിസ്കരിച്ചില്ലല്ലോ ചങ്ങായി, ഞാൻ ഷഹീദുമായി. പിന്നോട്ട് മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കാരത്തിലെങ്കിലും കുറച്ചാളല്ലോ ഓഫറിലോ പറയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പുറത്ത് കിട്ടി. അപ്പം ഞാൻ എന്നെ 4 തരില്ല നിർവാഹമില്ല എന്ന് മലക്ക് പറയോ? അന്നല്ല, എന്നെപ്പോലത്തെ കുറച്ച് ദുന്യാവിൻ്റെ അടിമകൾ മയ്യത്ത് സ്കെച്ചിട്ട് എന്താടാ നമുക്കേ കാര്യം? ഇജപ്പോഴും അണ്ടി കണക്ക് കൂട്ടല്ലേ? ഇജ് മകനെ ബോധിപ്പിക്കാനല്ലേ? ഇജ് പള്ളിക്കമ്പറ്റിനി മകനെയും ബോധിപ്പിക്കാനല്ലേ നിസ്കരിക്കാൻ വന്ന്? ഒരു ഫലിതണ്ട്. എന്ത്? അധികാരിൻ്റെ ഉമ്മ മരിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാവരും മണ്ടി വന്നു. ഒരു ഫലിത. അധികാരിയുടെ ഉമ്മ മരിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാവരും പീടിയും എല്ലാം ഇട്ട് നേരെപ്പൊളി വരെ ഇടാതെ പാഞ്ഞു വന്നു. അധികാരിൻ്റെ പൊരൻ്റെ അടുത്ത് എത്താനായിട്ട് വിവരം കിട്ടി. അധികാരിൻ്റെ ഉമ്മയല്ല മരിച്ചത്, അധികാരി തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ മടങ്ങി, നമുക്ക് ആക്കം പോലെ വരാം. കാരണം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ആര് കാണാനാ? മനസ്സിലായോ? ഇതാണടാ ലോകം. ഉമ്മ മരിച്ചോടുത്ത് വന്ന അധികാരി വേഗം ഒരു കടലാസം കൊണ്ട് വേഗം ഒപ്പിട്ട് കൊടുക്കുമല്ലോ. അധികാരിയല്ലേ, വില്ലേജ് ഓഫീസർ. മനസ്സിലായില്ല? ഉദാഹരണം, പഴയ കാലത്ത് അധികാരികളപ്പത്തെ വില്ലേജ് ഓഫീസർ. മനസ്സിലായില്ലേ? ചിന്തിക്കൊക്കെയാണ് ദുനിയാവ്. എന്നെ പോലത്തെ കുറച്ച് പോണ്ട ഇയാള് മയ്യത്ത് സ്കെച്ചിടിയാ എന്താടാ ആ അന്തം വിട്ടോനെ കാര്യം? ഇജ് മുണ്ടാണ്ടോ ഒന്നും മിണ്ടണ്ട. ആ മയ്യത്ത് സ്കരിക്കാൻ ആളുണ്ടാക്കാൻ പോയി പാണി നോക്കിയടാ. രണ്ട് കൈയിനാണ് കടിക്കും. അതെങ്ങനെ നിനക്കറിയില്ല? എങ്ങനെയോ കടിക്കും. അലാ യദൈഹി, അലാ യദിഹി എന്നല്ല, അലാ യദൈഹി. يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا. ആ റുബൂബിയത്തിനെതിരായ പാർട്ടിക്കാരൻ്റെ ഒപ്പം നടക്കേണ്ടിയിരുന്നില്ല. അല്ലാഹുവിനെ റുബൂബിയത്തുള്ളൂ, അവനെ സംരക്ഷകനുള്ളൂ, അവനെ തൃപ്തിപ്പെടുത്തേണ്ടുള്ളൂ എന്ന വിചാരത്തിനപ്പുറമുള്ള ആളുകളെ കൂടെ നടക്കണില്ല. അത് അല്ലനി, അവനാണ് എന്നെ പിഴപ്പിച്ചത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹ് 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 നേരിനെ ഞാൻ പഠിച്ചിട്ടും നേരനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പലരും ഞാൻ പേടിച്ചു.
പിശാച് മനുഷ്യനെ ഏറ്റവും നിന്ദിക്കണമെന്ന ചിന്ത മാത്രമേ ആർക്കുള്ളൂ. അവനാണ് ആക്ട് ചെയ്തത്, അവനാണ് കുമ്പിട്ടത്. വഖാല റസൂലു, അപ്പോൾ റസൂല് പറയും, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി, എൻ്റെ ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഈ ജനത ഉണ്ടല്ലോ, അവർ മുസാഫ് പെട്ടിയിൽ വെച്ചു എന്നല്ലാതെ, ആ മുസാഫ് വിതരണം ചെയ്തു എന്നല്ലാതെ, അതിൻ്റെ മലയാളം മാന്യം പഠിച്ചു നടന്നു എന്നല്ലാതെ അതിൻ്റെ ആശയത്തെ പകർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ ഖുർആനെ അർത്ഥം വെക്കല്ലടാ പറഞ്ഞ്, ഖുർആനെ പകർത്തലാണ്. അർത്ഥമറിയാത്തൊരു കോടാനക്കോടി സമൂഹം അവിടെ കഴിഞ്ഞുപോയി. അവർ ഖുർആനെ പകർത്തി, നമുക്ക് അർത്ഥമറിയും, പക്ഷെ ജീവിതത്തിൽ ഖുർആനെ പകർത്താൻ കഴിഞ്ഞില്ല. അല്ലാഹു നല്ല പോയിക്കോളൂ. മനസ്സിലായോ? ചിന്തിക്ക്, ഇവിടെ നമ്മൾ ചിന്തിക്കണം, അവസാനിപ്പിക്കാം. ചിന്തിക്ക് തന്നെ കൊടുക്കവിടെ. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്ക്. ഇവിടെ ഒരൊറ്റ റബ്ബാൻ. ഇനിയിപ്പം നിങ്ങൾ SIR ക്ലിയറായി വന്നില്ല, അത് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് പരമാവധി പണിയെടുത്തു, ഇങ്ങോട്ടും ക്ലിയറായില്ല എങ്കിൽ പിന്നെ തീരുമാനം ആരുടേതാ? അല്ലാഹു. എന്തിനു പഠിക്കണ്? എന്തിന് പേടിക്കണ്? ഈ ഭൂമി നടക്കാൻ അവകാശമുണ്ട്. ഈ ഇന്ത്യക്കാരനാണെങ്കിൽ അവിടെ അവകാശമുണ്ട്, അവിടെ അവകാശം നിനക്കുണ്ട്. എന്തിനു പേടിക്കണ്? എന്തിനാണ് പേടിക്കണ്? മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു അനാഥ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഫിർഔന്റെ സാമ്രാജ്യം തകർന്നു എന്നാണ് ചരിത്രം. വാവിട്ട് കരഞ്ഞ ഒരു അനാഥ കുഞ്ഞ്, അപ്പാന്റെ തലവെട്ടി ആര്? ഫിർഔൻ. അപ്പോൾ ഒരു അനാഥ കുഞ്ഞ് കരഞ്ഞു. ഒരനാഥ കുഞ്ഞ് കരഞ്ഞപ്പോൾ അല്ലാഹു ഫിർഔന്റെ സാമ്രാജ്യം തകർത്തു. അങ്ങനെയുണ്ടോ? ആ റബ്ബ് ഇപ്പോഴും ബാക്കിയുണ്ടോ? അല്ലേ? ആ റബ്ബ് പെൻഷന് പോയി, റിട്ടയർഡായി. ഇത് വേറെ റബ്ബാണ്. നമ്മൾ വില്ലേജ് ഓഫീസർക്കൊക്കെ കൊടുക്കുമ്പോൾ എന്തുണ്ടെന്നറിയാം? പരിധി വിട്ട് കൊടുക്കണ്ട. കാരണം മൂപ്പര് 3 കൊല്ലം കഴിഞ്ഞാൽ മാറും. നമ്മൾ വില്ലേജ് ഓഫീസറെ ചങ്ങായി പേരിൽ കല്യാണം സൽക്കാരം എല്ലാത്തിനും വില്ലേജ് ഓഫീസറെ വിളിച്ച് അങ്ങനെ വില്ലേജ് ഓഫീസറെ സ്വന്തം ആളായി ഗൾഫിൽ നിന്ന് വരുമ്പോൾ മുട്ടായും അതും ഇതും കെട്ടിയൊക്കെ കൊടുത്തിട്ട് പിറ്റേത്തെ അവസാനത്തെ കെട്ടിക്കൊടുക്കലിനന്ന് മൂപ്പർ എന്ത് പറയും? എനിക്ക് ട്രാൻസ്ഫറാ. ഈ കൊടുത്തൊക്കെ പോയി. ഇതൊന്നും ആർക്ക് വേണ്ടി കൊടുത്തല്ല, അള്ളാന്റെ വജീനെ കൊടുത്തതുമല്ല. വില്ലേജ് ഓഫീസർക്കും പഞ്ചായത്ത് ബോർഡിന്റെ സെക്രട്ടറിക്കും കൊടുത്തോലും കുടുങ്ങും. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കും പ്രസിഡന്റിനും കൊടുത്തോലും കുടുങ്ങും. MLAക്കും മന്ത്രിയും കൊടുത്തോലും കുടുങ്ങും. കാരണം ഇവരൊക്കെ കൊല്ലത്തിൽ ഇടക്കിടക്ക് മാറും. മനസ്സിലായില്ലേ? ഒരുത്തം മാറൂല. അവനാരാണ്? ഓനും ഉറപ്പന്നെ. ഓനീ പ്രപഞ്ചത്തിന്റെ ഓഫീസർ ഓൻ തന്നെ. എന്തിനു പഠിക്കണേ? എന്തിനു പേടിക്കണം? എന്തിനു പേടിക്കണം? റബ്ബ് അവനല്ലേ? റബ്ബ് അവനാണോ? പ്രധാനമന്ത്രി റബ്ബാണോ? മുഖ്യമന്ത്രി റബ്ബാണോ? പഞ്ചായത്ത് സെക്രട്ടറി റബ്ബാണോ? വില്ലേജ് ഓഫീസർ റബ്ബാണോ? പറക്കുട്ടി ആണോ? അല്ല. പിന്നെന്താ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഗൾഫിൽ പോയ എന്നോട് ബന്ധപ്പെട്ട ഒരു ബാല്യക്കാരൻ, എൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരു ബാല്യക്കാരൻ മെസ്സേജ് അയച്ചു. സീനിയർ വളരെ ബുദ്ധിമുട്ടിക്കാണ്. അപ്പോൾ പറഞ്ഞ് നജിൽ പോര്, സീനിയറെ ബുദ്ധിമുട്ട് സഹിച്ച അടിമയായി കൊടുക്കണ്ട. പിന്നെ ജീവിപ്പിക്കൽ അവിടെ ജീവിപ്പിക്കണ ആളും ഇവിടെ ജീവിപ്പിക്കണ ആളും ആരാണ്? പിന്നെ ചെന്നേരം പഠിക്കണം. പൂടിക്കണതിന് എന്തിനാ? ഇതിനേക്കാൾ വലുത് തരാനല്ലോ തീരുമാനിച്ചിട്ടുണ്ടാവും. വളരെ ചിന്തിക്കണം. നേര് പറഞ്ഞ ഒരു സംഘം, നേര് പറഞ്ഞ കിമിയാ സാദയിൽ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർത്തുപോയി. നേര് പറഞ്ഞു, രാജാവിനെതിരെ രാജാവേ നിന്റെ ഭരണം മോശമാണ് എന്ന് ഒരു സംഘം പണ്ഡിതന്മാർ ഒരു കാലത്ത് പറഞ്ഞു. ഈ സംഭവം ഇമാം ഗസാലി തങ്ങളുടെ കിമിയാ സാദയിലുണ്ട്. അപ്പോൾ ആ പണ്ഡിതന്മാരെ കൊലപ്പെടുത്താൻ രാജാവ് ഉത്തരവിട്ടു. പണ്ഡിതന്മാരെ രാജാവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കി കൊട്ടാര മുറ്റത്ത് തലവെട്ടി കൊല്ലാൻ തീരുമാനിച്ചു.
തലവെട്ടാൻ വേണ്ടി പണ്ഡിതന്മാരെ ഒരുക്കിയപ്പോൾ ശ്രദ്ധിക്കണേ, തലവെട്ടാൻ വേണ്ടി പണ്ഡിതന്മാരെ ഒരുക്കിയപ്പോൾ ആരാച്ചാരെ വിളിച്ചു. തലവെട്ടാനുള്ള ആള് വന്നു. അപ്പോൾ ബേക്കിലുള്ള ഒരു പണ്ഡിതൻ മുന്നിലേക്ക് ചാടി. മുന്നിൽ വന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ ബേക്കിലാണല്ലോ, പിന്നെ എന്തിനു മുന്നിൽ കയറിയത്? അപ്പോൾ പറഞ്ഞു രാജാവേ, ഒരാളെ തല വെട്ടിയതിന് ശേഷം ബാക്കിയുള്ളവരെ നീ വെറുതെ വിടുകയാണെങ്കിൽ അതിൻ്റെ തലയായിക്കോട്ടെ, നിന്റെ സഹോദരങ്ങൾക്ക് ജീവിക്കാലോ. ഗൾഫിലെ ഒരു ധനാഢ്യൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരിക്കൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ 2 നേതാക്കന്മാർ ഗൾഫിലേക്ക് അയക്കപ്പെട്ടു. ഒന്ന് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഒന്ന് ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്ത്. 2 ആളും അയക്കപ്പെട്ടു. അവിടെ ഒരു സമസ്തയുടെ ദൗത്യം ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തെ കഥ പറയണം, ഒരു 10-40 കൊല്ലം മുമ്പ്. 2 ആളും അവരുടെ ഉത്തരവാദിത്വ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്ത് തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ അവരെ സ്വീകരിച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ വർക്കുകൾക്കും മുന്നിൽ നിന്ന് കൊടുത്ത കമ്മിറ്റിക്കാർ പാരിതോഷികം 2 പൈസ കവറിലാക്കിയിട്ട് KK അബൂബക്കർ ഹസ്രത്തിൻ്റെ അടുത്തും വാണിയമ്പലിൻ്റെ അടുത്തിനും കൊടുക്കാൻ വേണ്ടി കവറും കൊണ്ട് ഇവർ KKയുടെ അടുത്ത് ചെന്നു. സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു എൻ്റെ ഓർമ്മ വരിക്കുമ്പോൾ. അല്ലാഹു ഒരു ദർജ കൊടുക്കട്ടെ, ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ. അപ്പോൾ KK പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് പട്ടിക്കാട് ജാമ്യയിലൊരു ജോലിയുണ്ട്, അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോവും. വാണിയമ്പലത്തിന് പെൺകുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് കുട്ടികളെ കെട്ടിച്ച കാര്യത്തിലൊക്കെ കടവും വിഷമമാണ്. അതുകൊണ്ട് അതിനോട് പറയണ്ട, എൻ്റെ പൈസയും കൂടി നിങ്ങൾ വാണിയമ്പലത്തെ അതിരമൂലിയർക്ക് കൊടുക്കി. എങ്ങനെയുണ്ട്? അപ്പോൾ കീമിയാവ് സാദയിൽ മാത്രമല്ല, ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യനോട് നേരിട്ട് പറഞ്ഞു, അതിനുസ്താദെ ഞങ്ങൾ അദ്ദേഹത്തിനും വലിയ പാരിതോഷികം കൊടുക്കണം. അല്ല, എന്നാലോ ഇതും കൂടി അവിടെ കൊടുത്താൽ, ഞാൻ കൊടുത്താൽ വാണിയമ്പലം അത് വാങ്ങൂല, നിങ്ങൾ കൊടുത്താളി. അപ്പം അദ്ദേഹത്തിന് സന്തോഷമായി വീട്ടിൽ പോട്ടെ, എനിക്ക് പട്ടിക്കാട് ആ ജോലിക്ക് ഒരു ശമ്പളം കിട്ടും, അതുകൊണ്ട് എൻ്റെ കാര്യം ഒപ്പിച്ചു പോകണ്ട, എനിക്ക് വലിയ കാടൊന്നുമില്ല, നിങ്ങൾ അവിടെ കൊടുക്കി. സുബ്ഹാനല്ലാഹ്, സത്യം. അള്ളാഹു ഒന്ന് ആമീൻ പറയടാ. അള്ളാഹു ആ മഹാന്മാരൊക്കെ നട്ടു വളർത്തിയതാണടാ സമസ്ത, അതൊന്നും ഇവിടെ നശിപ്പിക്കാൻ പറ്റൂല. അള്ളാഹു അവരെ ദർശിച്ച് കൊടുക്കട്ടെ, അതൊക്കെ ഇവിടെ നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അതൊക്കെ നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം, എൻ്റെ ഒരാളെ തലവെട്ടിയതിന് ശേഷം രാജാവേ, നിങ്ങൾക്ക് മാനസാന്തരമുണ്ടായാൽ എൻ്റെ ബാക്കിയുള്ള സഹോദരന്മാർക്ക് ജീവിക്കാലോ, അതുകൊണ്ട് ഞാൻ മുന്നിലേക്ക് ചാടി. അപ്പോൾ രാജാവ് പറഞ്ഞു, ധീരന്മാരെ തല ഞാൻ വെട്ടൂല, ഈ മനുഷ്യൻ കാരണം എല്ലാവരും ഞാൻ വെറുതെ വിട്ടു. എല്ലാവരും വെറുതെ വിട്ടു രാജാവ്. എന്തേ ഇവിടെ നിയന്ത്രിക്കണ ആരാ? അല്ലാ. രാജാവിൻ്റെ തെറ്റ് മനസ്സിലാക്കി നന്മയിലേക്ക് മടങ്ങി എൻ്റെ അടുത്ത് ഇനിയിട്ടുണ്ടാവൂല. നിങ്ങൾ പറഞ്ഞു ശരിയാ. എന്തുകൊണ്ട് ആൺകുട്ടികൾ എന്തായി? തല വെട്ടാണി പോയിക്കോട്ടെ, ആർക്ക് വേണ്ടിയാണത്? അല്ലാ, ആൺകുട്ടികളുണ്ടാണോ? അപ്പോഴും നാട് എനക്കുള്ളൂ. വളരെ ചിന്തിക്കണം, ചിന്തിക്ക് ഞാൻ അവസാനിപ്പിക്കുക. അപ്പൊ ഇവിടെ ഒരു പേടി പേടിക്കണ്ട, ആരെ പേടിച്ചാൽ മതി? അല്ലാ, ഇത് കീമിയാസായതയിലാണ് ഈ സംഭവം പറയുന്നത്. പക്ഷെ ഇതിന് സമാനമായ സംഭവമൊക്കെ എന്നും ഉണ്ടായിട്ടുണ്ട്. അവരാരും പേടിച്ചില്ല, ആരെ മാത്രം? അള്ളാഹുവിനെ മാത്രം. ഒരാളും പേടിച്ചിട്ടില്ല, ഒരാളെ അവർ പേടിക്കില്ല, അള്ളാഹിനെ പേടിക്കുള്ളൂ. എന്ത് നടന്നാലും നടന്നോട്ടെ, എന്ത് നടന്നോട്ടെ, എന്ത് നടന്നാലും എന്താ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരൊറ്റ പാർട്ടിയാ. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 70ഓളം ആളുകൾ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയി. അവർക്ക് രാജാവ്, ക്രിസ്ത്യാനിയായ രാജാവ് സമ്മതം കൊടുത്തു, അങ്ങനെ താമസിപ്പിച്ചു. അപ്പോൾ മക്കക്കാർ അവിടെ വന്ന് ഫിത്തന ഉണ്ടാക്കി, പല ഫിത്തന ഉണ്ടാക്കിയിട്ടും രാജാവ് അതിനൊന്നും വഴിപ്പെട്ടില്ല. നല്ല രാജാവായിരുന്നു. അവസാനം രാജാവ് ഈ ഫിത്തന മക്കക്കാർ പറഞ്ഞു, ഇവർക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവർ അംഗീകരിക്കൂല. കാരണം
ഇവരങ്ങേരിക്കില്ല. നിങ്ങൾ ദൈവപുത്രനാണെന്ന് പറയുന്ന യേശുവിനെ പറ്റി ഒരു റസൂൽ എന്നാ പറയുന്നത്. നിങ്ങൾ ദൈവത്തിനെ പറ്റി, നിങ്ങൾ ദൈവപുത്രനായ അംഗീകരിക്കുന്ന, വിശ്വസിച്ച് ആരാധിക്കുന്ന ഒരാളെ മനുഷ്യൻ, സാധാരണ ഒരു റസൂൽ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ എന്തിനാ പോറ്റുന്നത്? 1. 2, ഇവർ രാജാവിന് വണങ്ങൂല, ഇവർ തല താഴ്ത്തിക്കൂല. അപ്പോൾ രാജാവിൻ്റെ 2 ഭാഗത്തുള്ള മതപുരോഹിതനെ പാത്രിയാർക്കീസ്മാർ പറഞ്ഞു, അത് കുറ്റം തന്നെ, അത് പിടികൂടപ്പെടണം. അപ്പൊ 70 ആളുകളെയും അവർ താമസ സ്ഥലത്ത്, രാജാവ് അനുവദിച്ച താമസ സ്ഥലത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ രാജാവ് ഉത്തരവിട്ടു. അപ്പോൾ 70 ആളെയും ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തെ കൊണ്ടുവരും. അപ്പോൾ ജാഫറിന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഫിത്ന ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള 69നോട് എന്ത് പറഞ്ഞു? മിണ്ടണ്ട, ഞാൻ മാത്രമേ വർത്താനം പറയുള്ളൂ, നിങ്ങൾ മിണ്ടാന്നാ മതി. രാജാവിന് അന്ന് കൊട്ടാരത്തിൽ ദർബാറിലേക്ക് കയറി വരുന്ന ആൾക്ക് അബസീനിയൻ നിയമമാണ്, എന്ത് ചെയ്യണം? തല കുനിച്ചിട്ട് രാജാവിൻ്റെ ദർബാർക്ക് കയറാൻ പാടുള്ളൂ. ഒരാളും ആലോചിക്കരുത്, കുനിക്കൂല്ല, തല കുനിക്കാതെ കയറി. അപ്പം തന്നെ പാത്രിയാൾക്ക് ബാളം വെച്ചു. മക്ക നിവാസികൾ പറഞ്ഞത് ശരിയാണ്, അവർ തല കുനിക്കാതെ കയറിയത്. രാജാവ് ഒന്ന് മിണ്ടരുന്നു അടക്കി കയറി വന്നു. ആദ്യം ചോദിച്ചു, മറിയം, നിങ്ങൾ ഈസയെ പറ്റി എന്താ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഹുവ അബ്ദുല്ലാഹ് വകലിമതുഹു അൽഖാഹ ഇലാ മറിയം. മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അള്ളാഹുവിൻ്റെ വചനമായ റബ്ബിൻ്റെ അടിമ മാത്രം. അപ്പോഴത്തേന് പാർട്ടിയാർക്കീസ്മാർ ബഹളം വെക്കാൻ തുടങ്ങി. മക്കാർ പറഞ്ഞു ശരിയാ. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, നിങ്ങളെന്താ തലകുലിക്കാതെ കയറിയ രാജനമ നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ പറഞ്ഞു, രാജാവേ, ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബിൻ്റെ മുന്നിലല്ലാതെ ആരെ മുന്നിലും തലഫിഹി യക്കൂനുമായക്കൂൻ എന്നിട്ട് നടക്കണമൊക്കെ നടന്നോട്ടെയാണ്, ഞങ്ങൾ നിങ്ങൾക്കും തലകുനിക്കൂലാറും. അപ്പോൾ രാജാവിൻ്റെ മുന്നിലുള്ള താവിലത്തിൻ്റെ മേശമേൽ അടിച്ചു. ഞാൻ ആൺകുട്ടിനെ കണ്ടു പറഞ്ഞു. നിങ്ങളൊക്കെ എനിക്ക് തല കുടിക്കണേ പെൺകുട്ടികളേറ്റ, ഇതാണ് ആൺകുട്ടി, പോയിക്കോളി, നിങ്ങൾക്ക് എത്ര കാലം ഇവിടെ പാർക്കാം. മനസ്സിലായില്ല? നിങ്ങളൊക്കെ എനിക്ക് തല കുനിക്കണം, നിങ്ങൾ ആരായതുകൊണ്ടാ? ആ മനുഷ്യൻ പറഞ്ഞ ശരിയാ, ഒരു സൃഷ്ടിയുടെ മുന്നിൽ തല കുനിക്കാൻ പാടില്ല. ഞാൻ സൃഷ്ടിയല്ലേ, എൻ്റെ മുന്നിൽ തല കുനിക്കും ഞാനാണ്. അവർ പറഞ്ഞു, അവരുടെ രക്ഷിതാവായ റബ്ബിൻ്റെ മുന്നിൽ അല്ലാതെ അവർ തല കുനിക്കില്ല, പോയിക്കോളി, നിങ്ങൾ എത്ര കാലം ഇവിടെ പാർത്താലും പ്രശ്നമല്ല. പിന്നെ ഈസയെ പറ്റി അവർ പറഞ്ഞു ശരിയാ, ഈസ അള്ളാഹുവിൻ്റെ അടിമ മാത്രം, റസൂലല്ല. നജ്ജാശി പറഞ്ഞു, പോയിക്കോളി, എനിക്ക് ആൺകുട്ടികളെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് ആയുസ്സിലൊരു ആൺകുട്ടികളെ കാണണം. ഇത് ആൺകുട്ടികൾ, പോയിക്കോളി, നിങ്ങൾക്ക് എത്ര കാലം എൻ്റെ രാജ്യത്ത് പാർക്കാം, ഒരാളും നിങ്ങളെ ശല്യപ്പെടുത്തൂല. അപ്പോൾ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കാർ പാരിതോഷികം ദർബാറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഈ ഫിത്ന ഉണ്ടാക്കിയത്. അപ്പം നജ്ജാശി പറഞ്ഞു, ഇട് അന്നിവിടെ കാണരുത്, എൻ്റെ പാരിതോഷികം ഇവിടെ കാണരുത്, ഇജ് കള്ളന, എൻ്റെ പാരിതോഷികം വരെ എനിക്ക് വേണ്ട, കൊണ്ടുപോടാ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഈ ഫിത്ന ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അംർ ഇബ്നു ആസ് ഉണ്ട് റളിയല്ലാഹു അൻഹു. പിന്നെ അദ്ദേഹം മുസ്ലിമായിട്ടാണ് ഈ സംഭവം പറയുന്നത്. മാനം കെട്ടുപോകുന്നു, ഞങ്ങൾ മാനം കെട്ടുപോകുന്നു നജ്ജാശിയുടെ മുന്നിൽ നിന്ന്. മനസ്സിലാക്കണം. എന്ത് ആ കുട്ടിയൊക്കെ ഒരു പേടിയില്ല. എന്തുകൊണ്ട്? അവരെ കാര്യം നോക്കുന്നത് ആരാണ്? റബ്ബാണ്. പിന്നെന്ത്? മനസ്സിലായില്ലേ? നടക്കും. അതിലെന്താ? രോഗ്യ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ, ചികിത്സിക്കലേ നമ്മളെ ബാധ്യത. ചികിത്സിച്ചില്ലെങ്കിലോ ചികിത്സിച്ചിരുന്നെങ്കിൽ ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടേ മരിക്കൊള്ളായിരുന്നു. അങ്ങനെയാണോ? ചികിത്സിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് മരിച്ചു, അങ്ങനെയാണോ? അല്ല, ചികിത്സിക്കൽ നമ്മുടെ ബാധ്യത. തദാവൂ, നിങ്ങൾ ചികിത്സിക്കണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അത് മരണത്തിൻ്റെ ഡേറ്റ് നീട്ടാനല്ല. മനസ്സിലായോ? അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നു. നമ്മൾ തൊഴിൽ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഭക്ഷണം തരുന്ന ആരാ? അല്ലാഹു. നമ്മൾ തൊഴിൽ ചെയ്യണോണ്ടല്ലല്ലോ ഭക്ഷണം കിട്ടുന്നത്.
തൊഴിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഒരാൾക്ക് വരുമാനം കൂടുകയെങ്കിൽ ഹോട്ടൽ തൊഴിലാളിക്കായിരിക്കും ബിൽഗേറ്റ്സ് ആകും. എന്തുകൊണ്ട്? ഹോട്ടലിലെ എല്ലാവരും കസ്റ്റമർ പോയാലും അവസാനത്തെ പാത്രം കൂടി കഴുകിയിട്ട് 12 മണി കഴിഞ്ഞിട്ടേ ആരങ്ങൂ. എല്ലാവരെയും അടച്ചെല്ലാം കഴിഞ്ഞാൽ പിന്നെ അഞ്ഞ് ശരിയാക്കിക്കോളി എന്നാണ് മുതലാളിയോ. മുതലാളി 10 മണിക്ക് തന്നെ പോകും. തൊഴിലാളിയോ 12 മണി കഴിഞ്ഞ് പിന്നെ പോകണം. എന്നിട്ട് അവൻ മുതലാളി വരുന്നതിൻ്റെ 2 മണിക്കൂർ നേരത്തെ വരണം. ഇവനല്ലേ മുതലാളിയാണ്ട്. എത്ര ബുദ്ധിമാന്മാരുണ്ട്, അവരുടെ ജീവിതം വഴിമുട്ടി കിടക്കും. അവർക്ക് ഒരു വഴി ഉണ്ടാവില്ല. IAS ഓഫീസർ അലിഫ് പഠിക്കാത്ത മന്ത്രിയുടെ മുന്നിൽ സല്യൂട്ട്. മന്ത്രി അലിഫ് കാണിച്ചു കൊടുത്താൽ അത് പടിയല്ലേ? മനസ്സിലായില്ല? ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരാൾ അലിഫ് എഴുതി കാട്ടി കൊടുത്താൽ മന്ത്രി എന്ത് പറയും? അത് പടിയാണ്. ഇത് പടി അലിഫ് പടിയാണ് എന്ന് പറയുന്ന മന്ത്രിക്ക് IAS ഓഫീസർ, സിവിൽ സർവീസിനേക്കാൾ വലിയ വകുപ്പില്ലല്ലോ. ഏറ്റവും വലിയ വകുപ്പ് സിവിൽ സർവീസാണ്. അതിന് IAS ഓഫീസർ ഫസ്റ്റ് റാങ്കിൽ വന്ന ആള് മന്ത്രിനെ കാണുമ്പോൾ മന്ത്രി ഇങ്ങനെ അലിഫ് അറിയാത്ത മന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കും. മനസ്സിലായില്ലേ? അവനാക്കിയത് അന്തല്ലായ മതി. എൻ്റെ ഒരാൾ എനിക്ക് അറിഞ്ഞ വലിയ വാപ്പയാണോ കാര്യമാണെന്നറിയാം. ഫലിതാണ് ഒരിക്കൽ ചെലവുകൊണ്ടിരുന്നൊരു മൂല്യർക്ക് ചെലവ് അട്ടിപ്പാത്രം പോയി പെരയെ പോയി കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ മൂല്യടുത്ത് വന്നപ്പോൾ മൂല്യർ പിന്നെ ദുഃഖിച്ചിരിക്കുക. 2 വട്ടം നേരം പോയപ്പം മൂല്യർ വിഷമത്തില്ല. അപ്പം എന്തേ ഉസ്താദ് പറഞ്ഞില്ല. പിന്നെയും എന്താ പ്രശ്നം പറഞ്ഞിട്ടാതെ പ്രശ്നം നമുക്ക് പരിഹരിക്കാമല്ലോ. അത് എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയൂല. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂലെങ്കിലും ഒന്ന് കേൾക്കാലോ. നിങ്ങൾ പറയുന്നത് എന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. എന്നാൽ പറയുന്നത് അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഞാനും വഹാബികളും തമ്മിലൊരു വാദപ്രതിവാദത്തിന് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നു. എനിക്കാകട്ടെ എന്താ പറയുന്നോട്ട് അറിയില്ല. അപ്പോൾ ചിലവുകൊണ്ടുതന്നെ ഈ നാട്ടിലെ ഏറ്റവും സഫിയായ ഈ മനുഷ്യൻ പറഞ്ഞു, അതിൽ നിങ്ങൾ ബേജാറാണ്ട് ഉസ്താദെ, നിങ്ങൾ ഓരോട് എന്ത് പറയും, ഇതിൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ടാവും. പണ്ഡിതനാണെന്ന് വെച്ചാൽ പണ്ഡിതനൊന്നല്ല, എനിക്ക് ചിലവുകൊണ്ടിരുന്ന ഒരു ചങ്ങായി ഓനും കൂടി എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് അങ്ങനെ അറിയിച്ചു. അപ്പോൾ ഓൾക്ക് ചിലവുകൊണ്ടിരുന്നത് അന്തംഗം ഉണ്ടായിട്ട് ഇപ്പം എന്താ പ്രശ്നം, ആയിക്കോട്ടെ. അങ്ങനെ വാദപ്രവാദത്തിൻ്റെ ഹാളിലേക്ക് കയറി. അപ്പോൾ എല്ലാവരും കയറി മൗലവിമാരും മൂല്യരും കയറി. അപ്പോൾ മൂല്യർ കയറി. അപ്പോൾ മൂല്യരെ ഷൂ ഉണ്ട്, മൂല്യർ ഷൂ ഇട്ട് നടക്കും. ആ ഷൂ പിടിച്ച് ഈ ചിലവ് കൊണ്ടിരുന്ന ഇയാളും കൊണ്ടുവന്നത് എന്ത് ചെയ്ത് മേശപ്പുറത്തറ കൊണ്ടുവച്ച് ഈ മൂല്യരെ ഷൂ കൊണ്ട് മേശപ്പുറത്തറ വെച്ച്. അപ്പോൾ വാദപ്രതിവാദം തുടങ്ങാൻ നേരത്തെ ഇവർ പറഞ്ഞ് ഞങ്ങളെ ഷൂ അവിടെ നിൽക്കണം. അപ്പം ചിലവ് കൊണ്ടിരുന്ന അയാൾ പറഞ്ഞു ഇടുക്കൂല അവിടെ നിന്ന്. ഇടുക്കണം, അല്ലെങ്കിൽ ഇവിടെ വാദപ്രതിവാദം നടക്കൂല. എടുക്കൂല മോലിയുടെ ഷൂ അവിടെ നിന്ന് എടുക്കൂല. എന്താ എടുക്കൂല? വാബികളുള്ളിടത്തൊന്നും ഷൂ വെക്കാൻ പാടില്ല, അത് വെച്ചാൽ അത് വാബികൾ കട്ടുണ്ടാവുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചോദിച്ചു അക്കാലത്ത് വാബികളുണ്ട് എന്ന് ചോദിച്ചു. അതെന്നെ ഇപ്പൊ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്തൊരു കൂട്ടർക്ക് വൈപ്പണ്ട ആവശ്യം പോയട പണി നോക്കിയാൽ കഴിഞ്ഞല്ലോ. കഴിഞ്ഞില്ലേ? നീ എന്താ പറയുള്ളത്? മനസ്സിലായ പറഞ്ഞത്? ഒരുത്തനെയും പേടിക്കണ്ട, ആരെ പേടിച്ചാൽ മതി? അല്ലാഹനെ പേടിച്ചാൽ മതി. ഒരു ഗൗരവമായ കാര്യം പറയാനുള്ളത്, ഈ മാസം 27-ാം തീയതി നമ്മുടെ എന്താ പറയുക കപ്പിൾസ് മീറ്റാണ്. എല്ലാ ദമ്പതികളും ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താവ് അല്ലെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഒരു 1000 രൂപ കൊടുത്ത് പേര് രജിസ്റ്റർ നിർബന്ധം.
എന്തുകൊണ്ട്? അത് അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. നിർബന്ധം. പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടാമട്ടം പറയില്ല, സോഷ്യൽ മീഡിയ കയറ്റില്ല. കാരണം അത്രയും രഹസ്യങ്ങളാണ് പറയാനുള്ളത്. വീടായ വീട് ആദ്യം മക്കളെ നന്നാക്കണമെങ്കിൽ ഉമ്മ ബാപ്പ ലെവലാക്കണം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ചില രഹസ്യങ്ങളായി പറഞ്ഞുതരും. എങ്ങനെ ഉമ്മയും ബാപ്പയും സന്തോഷത്തിൽ ജീവിക്കുക, അത് സന്തോഷത്തിനൊരു രസമുണ്ട്, അത് എനിക്കറിയാം റബ്ബിൻ്റെ സഹായത്താൽ. അപ്പോൾ അത് നിർബന്ധമായും എല്ലാവരും, അത് രഹസ്യ വിവരങ്ങളാണ്, നിർബന്ധമായും എല്ലാവരും അവരെ പേര് രജിസ്റ്റർ ചെയ്യണം.